ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ആരാണ് ഉസ്മാൻ തങ്ങളെന്നറിയുമോ? മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെന്നിട്ട് ആ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും മക്കളും സ്വഹാബികളും കിടക്കുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് മണ്ണ് അവിടെ തരണേ അല്ലാഹ്. നമ്മളിൽ പലരും ആഗ്രഹിച്ചു പോകുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടന്നുറങ്ങുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയോ? വല്ലാത്ത ലജ്ജയാ. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാൻ തങ്ങളെ പോലെ ലജ്ജയുള്ള ഒരു മനുഷ്യനും ഈ ദുനിയാവിലില്ല. കാരണം വല്ലാത്ത ലജ്ജയായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിലോ